നമസ്കാരം. ബി.ജെ.പിക്കെതിരെ ഉന്നയിച്ചിരുന്ന അംബാനി അദാനി ബന്ധം കോൺഗ്രസിനെതിരെ തിരിച്ചുവിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം അംബാനി അദാനി വിമർശനങ്ങൾ രാഹുൽ ഗാന്ധി എന്തുകൊണ്ട് ഉന്നയിക്കുന്നില്ലെന്ന് മോദി ചോദിച്ചു. ഇരു വ്യവസായികളിൽ നിന്നും പാർട്ടിക്ക് ലോറി നിറയെ കള്ളപ്പണം ലഭിച്ചിട്ടുണ്ടോ എന്നും ആരാഞ്ഞു. മോദിയെ തോൽവി ഭയം ബാധിച്ചതായും തന്റെ സുഹൃത്തുക്കൾക്കെതിരെ അദ്ദേഹം തിരിഞ്ഞത് അതിന്റെ സൂചനയാണെന്നും കോൺഗ്രസ് തിരിച്ചടിച്ചു. ഇതിന് പിന്നാലെ പ്രധാനമന്ത്രിക്ക് ഭയമാണോ എന്ന് ചോദിച്ച് രാഹുൽ ഗാന്ധി വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. സാധാരണ അടച്ചിട്ട മുറിയിലിരുന്നാണ് താങ്കൾ അദാനി അംബാനി എന്നൊക്കെ പറയാറുള്ളത്. ഇതാദ്യമായി നിങ്ങൾ ഇരുവരുടെയും പേര് പൊതു ഇടത്തിൽ ഉപയോഗിച്ചു. അവർ ലോറിയിലാണ് പണം കൊടുക്കുന്നതെന്നും അറിയാം അല്ലേ? ഒരു കാര്യം ചെയ്യൂ, ഇഡിയെയും CBIയെയും അവരുടെ അടുത്തേക്ക് അയക്കൂ, അന്വേഷണം വേഗം നടത്തൂ. ഈ സമ്പന്നർക്ക് മോദി നൽകിയ അത്രയും പണം രാജ്യത്തെ പാവപ്പെട്ടവർക്ക് നൽകുമെന്നും തങ്ങൾ പ്രഖ്യാപിച്ച മഹാലക്ഷ്മി, പെഹ്ലി നൗകരി പക്കി എന്നീ പദ്ധതികളിലൂടെ വിതരണം ചെയ്യുമെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. ആദ്യമായാണ് നരേന്ദ്രമോദി കോൺഗ്രസിനെതിരെ അദാനി അംബാനി ബന്ധം ആരോപിക്കുന്നത്. കഴിഞ്ഞ 5 വർഷമായി കോൺഗ്രസിന്റെ രാജകുമാരൻ ഒരു കാര്യം മാത്രമാണ് ആവർത്തിച്ചുകൊണ്ടിരുന്നത്. റഫാൽ വിഷയത്തിൽ ശിക്ഷിക്കപ്പെടാതെ കടന്നുകൂടിയതിന് പിന്നാലെ അദ്ദേഹം പുതിയൊരു മന്ത്രം ആരംഭിച്ചു. 5 വ്യവസായികൾ എന്ന് ആവർത്തിച്ചു പറയാൻ തുടങ്ങി. ക്രമേണ അംബാനി അദാനി എന്ന് പറയാൻ ആരംഭിച്ചു. എന്നാൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതോടെ അദ്ദേഹം അത് നിർത്തി. ഇരുവരിൽ നിന്നും എത്ര പണം സ്വീകരിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാക്കാൻ അദ്ദേഹം തയ്യാറാകണം. എന്തായിരുന്നു ഡീൽ? എന്തോ കുഴപ്പമുണ്ട്. 5 വർഷം അവരെ ചീത്ത വിളിക്കുന്നു, പിന്നെ ഉടൻ അത് നിർത്തുന്നു എന്നാണ് മോദി പറഞ്ഞത്. മോദിയുടെ പ്രസംഗത്തിനെതിരെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയവരും രംഗത്തെത്തി. പ്രധാനമന്ത്രിയുടെ കസേര ഇളകുന്നുണ്ടെന്നും അതുകൊണ്ടാണ് സ്വന്തം സുഹൃത്തുക്കൾക്ക് നേരെയുള്ള ആക്രമണമെന്നും ഖാർഗെ പറഞ്ഞു. രാജ്യത്തിന്റെ സ്വത്ത് വലിയ വ്യവസായികൾക്ക് മോദി നൽകിയെന്ന് പ്രിയങ്ക വിമർശിച്ചു. ഇതിനിടെ വിദ്വേഷ പ്രസംഗങ്ങളുടെ പേരിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിന് 6 വർഷത്തെ വിലക്ക് ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയിൽ ഒരു ഹർജിയും എത്തി. ഫാത്തിമ എന്ന പേരിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ എതിർകക്ഷിയാക്കിയാണ് ഹർജി. അതേസമയം കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ കായിക താരങ്ങളെ തിരഞ്ഞെടുക്കുമ്പോൾ ന്യൂനപക്ഷങ്ങൾക്ക് മുൻഗണന ലഭിക്കുമെന്നും ക്രിക്കറ്റ് ടീം തിരഞ്ഞെടുപ്പ് മതത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കുമെന്നും പ്രധാനമന്ത്രി മോദി ആരോപിച്ചു. മധ്യപ്രദേശിലെ ധർ മണ്ഡലത്തിലെ യോഗത്തിലാണ് ഇക്കാര്യം പറഞ്ഞത്. താൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം കപട മതനിരപേക്ഷത വിജയിക്കാൻ അനുവദിക്കില്ല. കശ്മീരിന്റെ പ്രത്യേക പദവി തിരിച്ചു നൽകുന്നത് തടയാനും രാമക്ഷേത്രത്തിന് ബാബറി പൂട്ട് വീഴാതിരിക്കാനുമാണ് 400 സീറ്റ് ആവശ്യപ്പെടുന്നത്. താൻ മുസ്ലിംകൾക്കോ ഇസ്ലാമിനോ എതിരല്ല. ഭരണഘടന എഴുതിയുണ്ടാക്കിയതിൽ അംബേദ്കറിന് കാര്യമായ പങ്കില്ലെന്ന് കോൺഗ്രസ് പറഞ്ഞതായും മോദി ആരോപിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ള BJP നേതാക്കളുടെ വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ ഇന്ത്യ സഖ്യത്തിന്റെ നേതാക്കൾ ഇന്ന് കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണും. അതേസമയം പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന പരാതിയിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ നോട്ടീസിന് കോൺഗ്രസ് മറുപടി നൽകി. കമ്മീഷന്റെ നോട്ടീസിന്മേൽ BJP വീണ്ടും സമയം തേടിയെന്നാണ് സൂചന. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, മല്ലികാർജുൻ ഖാർഗെ എന്നിവർ വിദ്വേഷ പ്രസംഗം നടത്തിയെന്ന പരാതിയിൽ ഏപ്രിൽ 25-നാണ് BJPക്കും കോൺഗ്രസിനും കമ്മീഷൻ നോട്ടീസ് അയച്ചത്.